അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിൽ എത്രയും വേഗം ധാരണയിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇറാനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചുള്ള കരാറിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഈ തീരുമാനം ഇസ്രയേലുമായി ആലോചിച്ചാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സമാധാന കരാറിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ നീക്കമെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം സമാധാന ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സൈനിക സജ്ജീകരണങ്ങൾ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്നും എല്ലാ ആയുധ സംവിധാനങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് ശേഷിയുണ്ടെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ അവകാശപ്പെട്ടു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്നതിൽ അമേരിക്കയെ കുറ്റപ്പെടുത്തി ഇറാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മേഖലയിലെ ഏതെങ്കിലും രാജ്യം വാഷിംഗ്ടണുമായി സഹകരിച്ചാൽ അതിന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കുകയോ സാധ്യമെങ്കിൽ പ്രദേശം വിട്ടു പോവുകയോ ചെയ്യണമെന്ന് അമേരിക്കൻ സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. US മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് പിന്നാലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചിരുന്ന ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയെങ്കിലും അന്തിമ അനുമതി ഇതുവരെ നൽകിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രഖ്യാപനത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.